15 ഡോക്ടർ രാജൂസ് എപ്പിസോഡ് റോമാലേഖനത്തിൽ നിന്നും. ഒന്നാം ചോദ്യം, ക്രങ്കറയ സഭയിലും അതുപോലെ അപ്പോസ്തലനും ശുശ്രൂഷ ചെയ്ത വനിതയാര്? ആൻസർ ഫേബ 16:2. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചൻ എന്ന അപ്പോസ്തലൻ പറഞ്ഞത് ആരെക്കുറിച്ച്? ആൻസർ അന്ത്രോണിക്കോസും യൂനിയാവും. 16:7. അപ്പോസ്തലൻ റോമാസഭയിലുള്ള ചാർച്ചക്കാരൻ ആറ്? ഹെരോദിയോൻ. 16:11. നാലാം ചോദ്യം, റോമാലേഖനം എഴുതിയത് ആര്? ഉത്തരം തെർത്തോസ്. അഞ്ചാം ചോദ്യം, ഏകജ്ഞാനി എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? ആൻസർ ദൈവം. 16:16. വചനം എവിടെ ഇരിക്കുന്നു? ക്വസ്റ്റ്യൻ 6. വായിലും ഹൃദയത്തിലും. 10:8. ഏഴാമത്തെ ചോദ്യം, ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. 10:13. 18 ചോദ്യം, ആരുടെ അടുത്തേക്കാണ് കൈനീട്ടിയത്? അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. ഇസ്രായേലിനെ കുറിച്ച്. 10:21. 8ാമത്തെ ചോദ്യം, 9ാമത്തെ ചോദ്യം, റോമർ 9:15 എന്ത്? എനിക്ക് കരുണ കാണിക്കണം എന്ന് തോന്നുന്നുള്ളവരോട് കരുണ കാണിക്കുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവരോട് കനിവ് തോന്നുകയും ചെയ്യും. 10ാം ചോദ്യം, എൻ്റെ ജഡമല്ലാത്തവരെ എൻ്റെ ജനമെന്നും എനിക്ക് പ്രിയമല്ലാത്തവരെ എനിക്ക് പ്രിയ എന്നും വിളിക്കും എന്ന് ഏത് പ്രവചനത്തിൽ എഴുതുന്നു? ഉത്തരം ഹോശേയ. 11ാം ചോദ്യം, നമുക്ക് നിരപ്പ് വന്നത് എങ്ങനെ? ഉത്തരം പുത്രൻ്റെ മരണത്താൽ. 12, ആർക്ക് വേണ്ടി മരിക്കുവാൻ ആൾക്കാർ തുനിയുന്നു? ഗുണവാന് വേണ്ടി. 13, മരണം എവിടെ പരന്നിരിക്കുന്നു? ഉത്തരം സകല മനുഷ്യരിലും. 14ാം ചോദ്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു എന്തിൻ്റെ അവസാനമാകുന്നു? വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. 15ാം ചോദ്യം, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് പൗലോസ് എവിടെ പറയുന്നു? ആൻസർ റോമർ 9:2.